നിരവധി കൊമ്പന്മാർ അരങ്ങു തകർക്കുന്ന ആനക്കേരളത്തിൽ കൊമ്പുകൊണ്ടല്ല വീരചരിത്രം കുറിക്കുന്നത്. ആന അഴകിന്റെ മറ്റൊരു ഭാവം. ഇവൻ എത്തുന്ന എല്ലാ പൂരപ്പറമ്പും ആവേശത്താൽ അലയടിക്കും. ശാന്തതയുടെ ആനരൂപത്തിന് വഴികാട്ടിയായ നമ്മുടെ സ്വന്തം കൊമ്പൻ. മോഴ ആനകളുടെ കൂട്ടത്തിലെ സുന്ദര കില്ലാടി എന്ന് വിളിക്കാൻ യോഗ്യനായ ഒരാന. തടിപ്പണിയിൽ മാത്രമല്ല, ഫൈബർ കൊമ്പുകളുമായി പൂരപ്പറമ്പുകളിൽ ഇവനെ കണ്ടാൽ കൊമ്പന്മാർ പോലും തോറ്റുപോകും. അഴകുകൊണ്ടും അളവുകൊണ്ടും നിലവുകൊണ്ടും ആനക്കേരളത്തിൽ വരുംകാല രാജാവാകാൻ എന്തുകൊണ്ടും യോഗ്യതയാർന്ന ഒരു കരിവീര ചന്തം. അതാണ് കടേക്കച്ചാൽ ഗണേശൻ. ഇന്നിവൻ സാമൂതിരിയുടെ മണ്ണായ കോഴിക്കോടിന്റെയും കോഴിക്കോട്ടുകാരുടെയും മാണിക്യവും കണ്ണിലുണ്ണിയുമായി മുന്നേറുന്നു. ആസാമിൽ ജനിച്ച ഇവൻ അവന്റെ അമ്മയുടെ കൂടെയാണ് മലയാള നാട്ടിൽ എത്തുന്നത്. ഇവനെ നമ്മുടെ മണ്ണിലെത്തിച്ചത് പല്ലാരിമംഗലം ഉസ്മാൻ എന്ന വ്യക്തിയാണ്. അന്ന് ഇവന് വെറും 1 വയസ്സ് മാത്രം പ്രായം. തുടർന്ന് പുത്തൻകുളം ഷാജി പിടിയാനയെയും കുട്ടിയെയും ഉസ്മാന്റെ പക്കൽ നിന്നും വാങ്ങുകയായിരുന്നു. ഷാജിയുടെ കയ്യിൽ നിന്നും കുറച്ചു നാളുകൾക്ക് ശേഷം ഗുരുജി ഗ്രൂപ്പ് ഗണേശനെ മാത്രമായി വാങ്ങിയിരുന്നു. പിന്നീട് വെഞ്ഞാറമൂട്ടുള്ള കൃഷ്ണൻ പോറ്റി എന്നയാളുടെ കൈവശം ഗണേശൻ എത്തിച്ചേർന്നു എന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നീട് ഇവൻ ചുങ്കപ്പാറ സലീമിന്റെ കയ്യിൽ മൂന്നാറിൽ കുറച്ചുകാലം നിന്നിരുന്നു. അവിടെ നിന്നും തൊടുപുഴയിലേക്ക് കമ്പ്രാട്ടിൽ മുഹമ്മദ് വാങ്ങാൻ ഇടയായി. അങ്ങനെ തൊടുപുഴ ഗണേശനായി. അങ്ങനെ ഗണേശൻ അവന്റെ ബാല്യവും കൗമാരവും യൗവനത്തിന്റെ കുറച്ചു നല്ല നാളുകൾ തൊടുപുഴക്കാരുടെ കൂടെ അത്യാവശ്യം പരിപാടികളും പണിയുമൊക്കെയായി ഗണേശൻ തൊടുപുഴയിൽ കഴിഞ്ഞു പോയിരുന്നു. അന്ന് തൊടുപുഴയിൽ മുഹമ്മദിന്റെ മരുമകൻ ഷാമോനും പിന്നെ അനി എന്ന ചട്ടക്കാരനും ഗണേശനും നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു. പുറത്തുനിന്നുള്ളവർ ചട്ടം പറയുന്നതും ശല്യം ചെയ്യുന്നതും ഇവന് അന്നും ഇന്നും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെയിരിക്കെയാണ് ഇവന് കോഴിക്കോട്ടേക്ക് വിളി വരുന്നത്. കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയും ആനപ്രേമിയുമായ മുഹമ്മദ് നജീൽ കടേക്കച്ചാൽ എന്ന കുട്ടുക ഇവനെ വിലയ്ക്ക് വാങ്ങി കോഴിക്കോടിന്റെ മണ്ണിലെത്തിച്ചു. അന്ന് അവന്റെ പ്രായം ഏകദേശം 20 വയസ്സിനടുത്ത് വരും. അവന്റെ ഈ പറച്ചുനടിയിൽ തൊടുപുഴയിൽ ഇവനെ സ്നേഹിച്ചവർക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയിരുന്നു. കാരണം അത്രയ്ക്കും സ്നേഹിച്ചിരുന്നു അവർ ഇവനെ. ആനയെ വാങ്ങാൻ തീരുമാനിച്ച നജീൽ എന്ന കുട്ടുക ഒട്ടേറെ ആനകളെ പോയി കണ്ടിരുന്നെങ്കിലും അതിലൊന്നും തൃപ്തി തോന്നാതെ തിരിച്ചു പോരുകയായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഗണേശന്റെ ഒരു ഫോട്ടോ കുട്ടുക കാണാനിടയായത്. അന്ന് വലിയ കാര്യമായി തോന്നിയില്ലെങ്കിലും പിന്നീട് ഗണേശനിലേക്ക് തന്നെ കുട്ടുകയുടെ ശ്രദ്ധ തിരിഞ്ഞു. അങ്ങനെ 1.5 മാസം ഇവന്റെ പിറകെ നടന്നു. അന്നൊന്നും വിൽക്കുന്നില്ല എന്നായിരുന്നു ഉടമയുടെ തീരുമാനം. പക്ഷേ അദ്ദേഹം ആനയെ വിൽക്കുന്നു എന്ന തീരുമാനം ഒറ്റ ദിവസം കൊണ്ട് തന്നെ എടുത്തു കച്ചവടമായി. അങ്ങനെ അന്ന് രാത്രി തന്നെ ഗണേശൻ കോഴിക്കോട്ടേക്ക് വണ്ടി കയറി. അവന്റെ അന്നത്തെ ചട്ടക്കാരനായ അനിയെയും കൂടെ വിളിച്ചെങ്കിലും ദൂരേക്ക് വരാൻ താല്പര്യമില്ലാത്തതിനാൽ അദ്ദേഹം പിൻവാങ്ങി. തൊടുപുഴ ഗണേശൻ അന്നു മുതൽ കടേക്കച്ചാൽ ഗണേശനായി. കോഴിക്കോടിന്റെ ഗജനിരയിലെ പുതിയ അംഗമായി ഗണേശൻ മാറി. ഇടയ്ക്ക് ചട്ടക്കാർ മാറി മാറി വന്നിരുന്നു. ഇത് ഗണേശന്റെ കുഴപ്പം കൊണ്ടായിരുന്നില്ല, ചിലരുടെ മോശവും സ്വകാര്യവുമായ ഇടപെടലുകളായിരുന്നു അതിനു കാരണം. കോഴിക്കോടെത്തിയതോടെ ഒട്ടേറെ ഉത്സവങ്ങളിലും പൂരങ്ങളിലും നേർച്ചകളിലും ഇവൻ നിറസാന്നിധ്യമായി മാറി. ഇവന്റെ വളർച്ചയിലും ഉയർച്ചയിലും അസൂയപ്പെട്ടിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഗണേശന്റെ മുന്നിൽ ഒരു തടസ്സമായിരുന്നില്ല. ഉടമയുടെ വീട്ടിലെത്തിയാൽ ഇവന് ചില നിർബന്ധങ്ങളൊക്കെയുണ്ട്. ഉടമയുടെ കയ്യിൽ നിന്നും ഇവന് ബിസ്ക്കറ്റോ മറ്റോ കിട്ടണം. വീട്ടിൽ അല്പം സ്വാതന്ത്ര്യം കാണിക്കുകയും ചെയ്യും. പൊതുവെ ഭക്ഷണപ്രിയനായ ഇവന് കക്കിരി ഇഷ്ടമില്ല. അതിനാൽ നിർബന്ധിച്ച് കഴിപ്പിക്കാറുമില്ല. കോഴിക്കോട് എത്തിയ ശേഷമുള്ള ആദ്യ സീസണിൽ ഏകദേശം 50ഓളം പരിപാടികൾ ഇവൻ എടുത്തിട്ടുണ്ട്. കൂട്ടാനകളോട് ഒരു പ്രശ്നവും കാണിക്കാത്ത ഇവൻ അവരെക്കാൾ നന്നായി തലപൊക്കി പിടിച്ച് നല്ല നിലവു നിൽക്കുകയും ചെയ്യും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് സമാനമായ രൂപസാദൃശ്യമുള്ളതിനാൽ പലരും ഇവനെ ജൂനിയർ തെച്ചിക്കോടൻ എന്ന രാമന്റെ അപരൻ എന്നിങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. ആ വിശേഷണ പട്ടങ്ങൾ ഇവനൊരു അലങ്കാരം തന്നെയാണ്. കെട്ടുതറയിൽ നിന്നഴിച്ചാൽ ഇവൻ ആദ്യം ഉടമയുടെ വീട്ടുമുറ്റത്തെത്തിയിരിക്കണം എന്നുമുണ്ട്. കുട്ടുകയോട് വളരെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഗണേശൻ തന്നോട് അടുത്തിടപഴകാനുള്ള സ്വാതന്ത്ര്യം കുട്ടുകയ്ക്ക് നൽകിയിട്ടുണ്ട്. കുട്ടുകയോടും വീട്ടുകാരോടും ഒരു പ്രശ്നവും ഇവൻ കാണിച്ചിട്ടില്ല. പുറമേയും അങ്ങനെ തന്നെ. ഗണേശനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ദൈവം എല്ലാ സൗന്ദര്യങ്ങളും ആകാരഭംഗിയുമെല്ലാം കൊടുത്തെങ്കിലും ഒരു ചെറിയ പിശുക്ക് കാണിച്ചു. കൊമ്പുകൾ കൊടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ഗണേശന് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. മോഴയാന ഗണത്തിൽപ്പെട്ട ഒരു ആനയാണെന്നു മാത്രം. അല്പം പേടിയുള്ള കൂട്ടത്തിലാണ് ഗണേശൻ. കുട്ടികളൊക്കെ പുറകിലൂടെ വരുന്നതും പെട്ടെന്നുണ്ടാവുന്ന പടക്കം പൊട്ടലും പേടിയുണ്ടാക്കുമെങ്കിലും പ്രശ്നങ്ങളൊന്നും അവൻ ഉണ്ടാക്കാറില്ല. മരുന്നുകളൊക്കെ കൃത്യമായി കൊടുക്കുന്നു. ഒന്നാമനോട് അല്പം കൂടുതൽ കൂറ് പുലർത്തുന്ന ഇവൻ രണ്ടാമനോട് അത്ര വലിയ അടുപ്പം കാണിക്കാറില്ല. ഈ വർഷം ആദ്യം കുന്നംകുളത്തും അടുത്തിടെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തളച്ചിരുന്ന ആന കിലോമീറ്ററോളം വിരണ്ടോടിയിരുന്നു. ആനയ്ക്ക് വെള്ളം നൽകുന്നതിനിടെയായിരുന്നു സംഭവമുണ്ടായത്.
പോത്തിനെ കണ്ടതാണ് ആന വിരണ്ടോടാൻ കാരണമായത്. ആന ഓടിവരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരും ഭയന്നോടിയിരുന്നു. ഓട്ടത്തിനിടെ ആനയുടെ ശരീരത്തിൽ മുറിവേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം തൃശൂർ കുറുക്കഞ്ചേരിയിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അതിലൊരു ചട്ടക്കാരന് പരിക്കും പറ്റിയിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുള്ള ഗണേശന്റെ ഉയരം 9.5 അടിക്കടുത്താണ്. ഇനിയും വളരാൻ വളരെയധികം സാധ്യതയുള്ളവൻ. ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു ഗജരാജനായി മാറും എന്നതിൽ സംശയമില്ല.